രാത്രിയിൽ മോള് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബദ്ധത്തിൽ എന്തോ ഒരു സാധനം എടുത്ത് വായിലിട്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പീഡിയാട്രീഷ്യൻ ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എടുത്തപ്പോഴാണ് അറിയുന്നത് ബാറ്ററി ആണെന്നുള്ളത്. ഏത് ഭാഗത്താണോ ആ ഫോറിൻ ബോഡി സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിന് ചുറ്റുപാടും അത് ഡാമേജ് ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് അന്നനാളത്തിൽ ഈസോഫാഗസിനകത്ത് ഉള്ളിലാണെങ്കിൽ പെർഫറേഷൻ പോലും ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ പേര് മഹസീന. ഞാൻ വരുന്നത് ഷൂർനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ മൂത്ത മോള് 2.25 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് മൂത്തതായിട്ടുള്ളത്. ഇളയ കുട്ടിക്ക് 28 ഡേയ്സ് പ്രായം മാത്രമാണുള്ളത്. അപ്പോൾ നവംബർ 25 രാത്രിയിൽ മോള് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബദ്ധത്തിൽ എന്തോ ഒരു സാധനം എടുത്ത് വായിലിട്ട്. പക്ഷെ കണ്ടില്ല അത് എന്ത് സാധനമാണെന്നുള്ളത് കണ്ടില്ല. അവളത് അബദ്ധത്തിൽ വിഴുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ അവൾക്ക് വോമിറ്റിങ്ങും കുറച്ച് തന്നെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി എന്തോ വായിൽ പോയിട്ടാണ് അവളത് അസ്വസ്ഥത കാണിക്കുന്നതെന്നുള്ളത് കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു പ്രൈമറി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ല. കാരണം കുട്ടിയുടെ തൊണ്ടയിലൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പീഡിയാട്രീഷ്യൻ ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ അവർ എക്സ്റേ എടുത്തു. അപ്പോൾ എക്സ്റേയിൽ എന്തോ ഒരു മെറ്റൽ അവളുടെ അന്നനാളത്തിൽ ഭാഗത്തായിട്ട് എന്തോ ഒരു മെറ്റൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ അതൊരു ബാറ്ററി ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് എന്താണ് കാര്യം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലാണ് ആദ്യം റെഫർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഈ കാര്യങ്ങളും എക്സ്റേ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ട് പറയാം, അപ്പം കുറച്ച് ടൈം എടുക്കും, ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ KMC ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നു. അവിടെ ഡ്യൂട്ടി ഡോക്ടറാണ് ആ സമയത്ത് എമർജൻസിയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ബാക്കിയുള്ള കാണിച്ചു, എക്സ്റേ എടുത്തു. അപ്പോൾ വസ്തു ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ അവർ മറ്റുള്ള ഡോക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ജിത്തു എന്ന് പറയുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അതിവിടെ എടുക്കാമെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഞങ്ങൾ അഡ്മിറ്റായി. അങ്ങനെ ഏകദേശം പിറ്റേ ദിവസം രാവിലെ 8 മണിയോടുകൂടി ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ആ വസ്തു പുറത്തെടുത്തപ്പോഴാണ് അറിയുന്നത് ബാറ്ററി ആണെന്നുള്ളത്. പിന്നെ അത് ലീക്കായി ചെറിയ തോതിലൊരു ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ജിത്തു സാം ജോർജ്, കൺസൾട്ടന്റ് ENT, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. വളരെ സാധാരണയായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നേരിടേണ്ട ഒരു പ്രശ്നമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, പ്രത്യേകിച്ചും ഷാർപ്പായിട്ടുള്ള മീൻമുള്ളു പോലെയുള്ള ഭാഗങ്ങൾ തൊണ്ടയിൽ കുരുങ്ങുക. അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് എന്ത് സാധനങ്ങൾ കിട്ടിയാലും അത് വായിൽ വെച്ച് നോക്കാനുള്ള ഒരു ശീലമുണ്ട്. അപ്പോൾ തീരെ ചെറിയ സാധനമാണെങ്കിൽ അത് അറിയാതെ വായ്ക്കുള്ളിലേക്ക് പോവുക, തൊണ്ടയ്ക്കുള്ളിലേക്ക് പോവുക. അങ്ങനെ അത് തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു കണ്ടീഷൻ വളരെ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. ഈ കേസിലും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ കുട്ടി പക്ഷെ വിഴുങ്ങിയതിൽ ഒരു ബട്ടൺ ബാറ്ററി ആയിരുന്നു. വാച്ചിൻ്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ബട്ടൺ ബാറ്ററി ആയിരുന്നു ഈ കുട്ടി വിഴുങ്ങിയത്. ബട്ടൺ ബാറ്ററിയുടെ ഒരു പ്രത്യേകത, അതിനുള്ളിലെ കെമിക്കൽസ് അതിവേഗം ലീക്ക് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ലീക്ക് ആകുകയാണെങ്കിൽ അത് മ്യൂക്കോസൽ കവറിങ്ങിനെ ഡാമേജ് ആക്കുകയും അത് ഏത് ഭാഗത്താണോ ആ ഫോറിൻ ബോഡി സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിന് ചുറ്റുപാടും അത് ഡാമേജ് ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് അന്നനാളത്തിൽ ഈസോഫാഗസിനകത്ത് ഉള്ളിലാണെങ്കിൽ പെർഫറേഷൻ പോലും ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അത് എത്രയും പെട്ടെന്ന് ആ ബാറ്ററിയെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ കുട്ടിയുടെ കേസിലും ഇങ്ങനെ ബട്ടൺ ബാറ്ററി സംശയിക്കുകയും നമ്മളത് എക്സ്റേയിലൂടെ കൺഫേം ചെയ്യുകയും തുടർന്ന് ഉടനെ തന്നെ ഈസോഫാഗോസ്കോപ്പി എന്ന പ്രൊസീജിയറിൽ കൂടി ചെയ്തിട്ട് ആ ബട്ടൺ ബാറ്ററി നമ്മൾ പുറത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ അതിവേഗം നമ്മളത് റിമൂവ് ചെയ്തതിൽ കൂടി അത് മൂലമുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഫോറിൻ ബോഡി ഇഞ്ചക്ഷൻ സംശയിക്കുന്ന കാര്യങ്ങളിൽ എത്രയും വേഗം തന്നെ ഒരു വിദഗ്ധ വൈദ്യസഹായം ചെയ്ത് അത് കൺഫേം ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് ഈസോഫാഗോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് പരിശോധനയിൽ കൂടി അത് പുറത്തെടുത്ത് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടതാകുന്നു.